ഹലോ ഗായ്സ്, വെൽക്കം ടു ദേവൂസ് ബ്യൂട്ടി ടിപ്സ് ആൻഡ് ലൈഫ് വ്ളോഗ്സ്. അപ്പം നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇറ്റ്സ് മീ ദേവു. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോയാലോ? അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാനായിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ മറ്റൊന്നുമല്ല, നമ്മുടെ തംബ്നെയിലിൽ കണ്ടതുപോലെ സൺസ്ക്രീനെ പറ്റിയുള്ള കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇത് എത്രമാത്രം ലോങ് ആയിട്ട് പോകുമെന്ന് എനിക്കറിയില്ല. ഞാൻ മാക്സിമം ഷോർട്ട് ആക്കാൻ നോക്കാം. മാത്രമല്ല, എനിക്ക് പറയാനുള്ള കുറേ കാര്യങ്ങളുണ്ട്. എല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കംപ്ലീറ്റ്ലി കാണുക കേട്ടോ. എങ്കിലും നിങ്ങൾക്ക് ആ ഒരു കംപ്ലീറ്റ് കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. നിങ്ങൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റുകൾ നിങ്ങൾക്ക് ഇവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് കറക്റ്റ് വേയിൽ സൺസ്ക്രീൻ യൂസ് ചെയ്യാനായാലും സൺസ്ക്രീൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ മനസ്സിലാക്കാനായിട്ടും ഒക്കെ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഇതിനകത്തുള്ളത്. എന്താണ് സ്കിൻ കെയർ? സ്കിൻ കെയർ എന്ന് പറഞ്ഞാൽ പലരുടെയും ഒരു തെറ്റിദ്ധാരണ ഉണ്ട് ഗൈസ്. അതായത് നമ്മൾ സ്കിൻ കെയർ ചെയ്യുന്നത് മുഖം വെളുപ്പിക്കാനാണ്, വെളുപ്പിച്ച് വെള്ളം പോണ്ട് പോലൊക്കെ ആക്കാനാണ്, സിനിമാ നടിമാരെ പോലെ ആകാനാണ്, തിളക്കം കിട്ടാനാണ്, കുരുക്കളായിരിക്കാനാണ്, മുഖം ഭയങ്കര ക്ലിയർ ആകാനാണ്, ഒരു കുരു പോലും ഇല്ലാതെ മുഖക്കുരുവൊക്കെ മാറ്റി അടിപൊളി നല്ല ബ്ലഷൊക്കെ ഇങ്ങനെ ഇട്ടിട്ടാക്കാനാണ് നമ്മൾ സ്കിൻ കെയർ ചെയ്യുന്നത് എന്ന് പലർക്കും ഒരു തെറ്റിദ്ധാരണ ഉണ്ട്. അത് ഭയങ്കര അതൊരു തെറ്റിദ്ധാരണ മാത്രമാണ് ഗൈസ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെളുക്കാനായിട്ട് എന്തെങ്കിലും കുറേ ഫൗണ്ടേഷനോ കാര്യങ്ങളോ ബ്ലഷോ ഒക്കെ കാര്യങ്ങളൊക്കെ ഇട്ടങ്ങ് പോയാൽ പോരെ. അപ്പോൾ നമ്മൾ സ്കിന്നെ കെയർ ചെയ്യാണോ ചെയ്യുന്നത്? അല്ല, നമ്മൾ സ്കിൻ അവിടെ ഡാമേജ് ചെയ്യാനല്ലേ ചെയ്യുന്നത്. അപ്പോൾ അതല്ല സ്കിൻ കെയർ എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ സ്കിൻ കെയർ എന്ന് പറഞ്ഞാൽ നമ്മൾ മുഖം വെളുപ്പിക്കുക, കുരുക്കൾ മാറ്റുക, അത് മാത്രമല്ല സ്കിൻ കെയർ. ഓക്കെ, അതിൽ ഓട്ടോമാറ്റിക്കലി വരുന്ന സംഭവങ്ങളാണ്. സ്കിൻ കെയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിനെ എപ്പോഴും ഹെൽത്തി ആയിട്ട് സൂക്ഷിക്കാം. ഓക്കെ, അതിൽ പിമ്പിൾസ് മാറ്റുക എന്നുള്ളത് സ്കിൻ കെയർ വരുന്നത് തന്നെയാണ് കേട്ടോ. കാര്യം നമ്മുടെ പിമ്പിൾസ് എന്ന് പറയുമ്പോൾ പുറത്തുള്ള ഇമ്പ്യൂരിറ്റീസ് കാര്യങ്ങളൊക്കെ നമ്മുടെ പോഴ്സിനുള്ളിലൂടെ കയറി പിമ്പിളായിട്ട് മാറുമ്പോൾ ആ ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് പിമ്പിളായിട്ട് മാറുമ്പോൾ പിമ്പിൾസ് വരാൻ ഒരുപാട് കാരണങ്ങൾ മറ്റതുണ്ട്. നമ്മുടെ സ്ട്രെസ് മൂലം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മൂലം നമുക്ക് പിമ്പിൾസ് ഒക്കെ വരാം. നമ്മുടെ സൺസ്ക്രീനിനെ പറ്റി പറയുമ്പം എന്തിനാണ് സൺസ്ക്രീൻ, അല്ലെങ്കിൽ എങ്ങനെ സൺസ്ക്രീൻ യൂസ് ചെയ്യണം, സൺസ്ക്രീൻ കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്, സൺസ്ക്രീൻ കൊണ്ട് എന്തെങ്കിലും ദോഷങ്ങളുണ്ടോ, നമുക്ക് ഡെയിലി സൺസ്ക്രീൻ യൂസ് ചെയ്യാമോ, എപ്പോഴൊക്കെ സൺസ്ക്രീൻ യൂസ് ചെയ്യാം, അങ്ങനെ കുറേ സംശയങ്ങൾ എല്ലാവർക്കും കാണുമെന്ന് ഞാൻ പറയില്ല. കുറേ പേർക്കൊക്കെ അറിയായിരിക്കും. അറിയാത്തവർക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്നെപ്പോലെ കുറച്ച് തെറ്റിദ്ധാരണകൾ മനസ്സിൽ കൊണ്ട് നടന്ന് കുറേ പൊട്ടത്തരങ്ങൾ കാട്ടിക്കൂട്ടിയവർക്ക് വേണ്ടി ഒരാൾക്കെങ്കിലും യൂസ്ഫുൾ ആവട്ടെ എന്ന് വെച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും മാക്സിമം ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണും കേട്ടോ. കാര്യം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ കാണും. അതുകൊണ്ട് നിങ്ങളുടെ സമയം ഒട്ടും തന്നെ വേസ്റ്റ് ആവില്ല എന്ന് എനിക്കൊരു വിശ്വാസമുണ്ട്. സോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇത് ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് കാണാം കേട്ടോ. മാത്രമല്ല, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, അവർക്കൂടി യൂസ്ഫുൾ ആകട്ടെ. ഓക്കെ, അപ്പോൾ നമുക്ക് മെയിൻ തിങ്ങിലേക്ക് പോകാം ഗൈസ്. അപ്പോൾ നമ്മുടെ സൺസ്ക്രീനെ പറ്റി പറയുമ്പോൾ എന്തിനാണ് സൺസ്ക്രീൻ, അല്ലെങ്കിൽ സൺസ്ക്രീൻ കൊണ്ടുള്ള ബെനിഫിറ്റ്സ്, ഗുണങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ ആ ഒരു കാര്യമാണ് നമുക്ക് ആദ്യം അറിയേണ്ടത് അല്ലേ. എന്തിനാണ് സൺസ്ക്രീൻ, എപ്പോഴൊക്കെയാണ് സൺസ്ക്രീൻ യൂസ് ചെയ്യേണ്ടത്, അതൊക്കെ ഞാൻ പറയാം. അപ്പോൾ ആദ്യം എന്തിനാണ് സൺസ്ക്രീൻ? സൺസ്ക്രീൻ കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് ഗൈസ്. സൺസ്ക്രീൻ എന്ന് പറയുന്നത് നമ്മൾ മസ്റ്റായിട്ട് നമ്മൾ ഡെയിലി ബ്രഷ് ചെയ്യുന്നത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണോ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ സൺസ്ക്രീന് എന്ത് ചെയ്യുന്നത്, ഫേസിലും നമ്മുടെ ബോഡിയിലൊക്കെ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എവിടെയൊക്കെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യേണ്ടത് എവിടേക്കാണെന്ന് വെച്ചാൽ നമ്മുടെ എക്സ്പോസ് ചെയ്ത് കാണിക്കുന്ന ഏരിയാസിൽ അതായത് സൺലൈറ്റ് നമ്മുടെ ഫേസിൽ അടിക്കുക. സൺലൈറ്റ് മാത്രമല്ല, നമ്മുടെ UV റേസ് എവിടെ നിന്നൊക്കെ വരാവോ. മെയിനായിട്ട് സൺസ്ക്രീനിൻ്റെ ഒരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ അത് UV റേസിൽ നിന്നും നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യും. അതുവഴി എന്ത് സംഭവിക്കും, നമുക്ക് സ്കിൻ ക്യാൻസർ വരാനുള്ള ആ ഒരു പാത്ത് പ്രിവെൻറ്റ് ചെയ്യും ഈ സൺസ്ക്രീൻ എന്ന് പറയുന്നത്. അപ്പോൾ സ്കിൻ ക്യാൻസർ നമുക്ക് UV റേഡിയേഷനൊക്കെ നമ്മുടെ സ്കിന്നിൽ അബ്സോർബ് ചെയ്യുന്ന ടൈമിലാണ് നമുക്ക് സ്കിൻ ക്യാൻസർ, അല്ലെങ്കിൽ ഏജിങ്, അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ, സൺബേൺ, അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ ഈ സൺസ്ക്രീൻ യൂസ് ചെയ്യണമെങ്കിൽ നമുക്കിത് ഒരു പരിധി വരെയൊക്കെ നമുക്ക് തടയാനായിട്ട് പറ്റും കേട്ടോ. അപ്പം മെയിനായിട്ടുള്ള കുറച്ച് ഗുണങ്ങൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഫേസിൽ നമ്മുടെ റിങ്കിൾസ്, അതുപോലെ തന്നെ ഫേസ് ലൈൻസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കുറയ്ക്കാനായിട്ട് നമ്മുടെ സൺസ്ക്രീൻ സഹായിക്കും, നല്ലതുപോലെ സഹായിക്കും കേട്ടോ. അതുപോലെ തന്നെ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻസ് ഒക്കെ കുറയ്ക്കാനായിട്ട് സഹായിക്കും. അതായത് ഡാർക്ക് സ്പോട്ട് കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് അതൊന്ന് മാറിക്കിട്ടാൻ സഹായിക്കും. നല്ല രീതിക്ക് തന്നെ ടാനിങ്ങും ഒന്ന് മാറാനായിട്ട് സഹായിക്കും കേട്ടോ. പിന്നെ അതായത് ഇപ്പം നിങ്ങൾ ഇന്ന് യൂസ് ചെയ്ത് വെച്ചോ, അപ്പോൾ നമ്മുടെ ഫേസിൽ ഇപ്പം ഒരു ടാനിങ് ഉണ്ട്, അത് മാറാൻ കുറേ ടൈം എടുക്കും. പിന്നീട് അങ്ങോട്ടുള്ള സൺലൈറ്റുമായിട്ടുള്ള ആ ഒരു എക്സ്പോസ് കാര്യങ്ങളൊക്കെ ഇതൊന്നും നല്ല രീതിക്ക് തന്നെ കുറയ്ക്കും. അത്യാവശ്യം നമ്മൾ നല്ല സൺസ്ക്രീനാണ് യൂസ് ചെയ്യുന്നത്, അത്യാവശ്യം നല്ല രീതിക്ക് നമുക്ക് മാറ്റമുണ്ടായിരിക്കും. അതുപോലെ തന്നെ മെലാസ്മ പോലെയുള്ള കണ്ടീഷൻസ് ഉണ്ട്. അതായത് നമ്മുടെ സ്കിന്നിൽ ഡിസ്കളറേഷൻ, പിന്നെ ഒരു ടൈപ്പ് പാച്ചസ് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ടൈപ്പ് ഓഫ് സ്കിൻ കണ്ടീഷനാണ് നമ്മുടെ മെലാസ്മ എന്നൊക്കെ പറയുന്നത്. അതുപോലുള്ള കണ്ടീഷനൊക്കെ എതിരെ നമുക്ക് സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. സൺസ്ക്രീൻ നമ്മൾ യൂസ് ചെയ്യുന്നത് മൂലം ഇത്തരത്തിലുള്ള കണ്ടീഷനൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ, അല്ലെങ്കിൽ പ്രിവെൻഷൻ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ പ്രിവെൻറ്റ് ചെയ്യും. ഈ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത് വരെ ഇങ്ങനെയുള്ള കണ്ടീഷൻസൊക്കെ പ്രിവെൻറ്റ് ആകും കേട്ടോ.
അപ്പോൾ നമുക്ക് സൺസ്ക്രീനിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലായി. ഇനി അത് എങ്ങനത്തെ സൺസ്ക്രീൻ നമ്മൾ യൂസ് ചെയ്യണം, ഓക്കെ, നമ്മളൊരു സൺസ്ക്രീൻ സെലക്ട് ചെയ്യുമ്പോൾ എങ്ങനത്തെ സൺസ്ക്രീൻ യൂസ് ചെയ്യണം, എപ്പോഴൊക്കെ നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ സൺസ്ക്രീൻ നമ്മൾ എങ്ങനെ യൂസ് ചെയ്യണം എന്ന് പറയുന്നതിന് മുമ്പേ ആദ്യം നമുക്ക് സൺസ്ക്രീൻ വേണമല്ലോ. അപ്പോൾ ആ സൺസ്ക്രീൻ നമുക്ക് ആദ്യം ഒരു സൺസ്ക്രീൻ വേണമല്ലേ, എന്നാലേ നമുക്കത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ആ ഒരു സൺസ്ക്രീൻ, എങ്ങനെയുള്ള സൺസ്ക്രീൻ നിങ്ങൾ ചൂസ് ചെയ്യണം. നിങ്ങൾ എപ്പോഴും നല്ല ഒരു അടിപൊളി സൺസ്ക്രീൻ തന്നെ ചൂസ് ചെയ്യണം. വെറും അടിപൊളി എന്ന് പറഞ്ഞാൽ എങ്ങനെയുള്ളതെന്ന് വെച്ചാൽ ബോർഡ് സ്പെക്ട്രം, അതുപോലെ എന്താണ് ബോർഡ് സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നല്ല, അതായത് യു വി റേസ് ഉണ്ടല്ലോ. യു വി റേസ് 2 ടൈപ്പ് ഓഫ് റേസ് ഉണ്ട്. യു വി എയും യു വി ബിയും, അതായത് അൾട്രാവയലറ്റ് എ റേസും ഉണ്ട്, അൾട്രാവയലറ്റ് ബി റേസും ഉണ്ട്. അപ്പോൾ ഈ 2 റേസിനെയും എന്ത് ചെയ്യുന്ന പ്രിവെൻറ്റ് ചെയ്യുന്ന, ആ 2 റേസും നമ്മുടെ ശരീരത്തേക്ക് കടക്കാതെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന സൺസ്ക്രീൻ, അതാണ് ബ്രോഡ് സ്പെക്ട്രം സൺസ്ക്രീൻ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള സൺസ്ക്രീൻ നിങ്ങൾ ചൂസ് ചെയ്യുക. അതായത് SPF 30 അതിന് മുകളിലുള്ളത് മാത്രം ചൂസ് ചെയ്യട്ടോ. SPF 30ക്ക് താഴെ ഉള്ളത് നിങ്ങൾ മാക്സിമം യൂസ് ആക്കാണ്ടിരിക്കുക. ഇപ്പോൾ തൽക്കാലം നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നത് SPF 15 ആണെന്ന് വെച്ചോ. 50 മീൻസ് 15, ഓക്കെ. SPF 15 ഇരിക്കുന്നതെങ്കിൽ ഓക്കെ, ആ ഒരു സൺസ്ക്രീൻ തീരുന്ന ടൈമിൽ നിങ്ങൾ എന്താണ് SPF 30 മുകളിലോട്ടുള്ളത് വാങ്ങുക. SPF 50 ആണെങ്കിൽ അടിപൊളിയാണ്. എൻ്റെ കയ്യിലിരിക്കുന്ന സൺസ്ക്രീൻ നിങ്ങൾക്ക് ഞാൻ കാട്ടിത്തരാം. എൻ്റെ കയ്യിലിരിക്കുന്നത് ഫിക്സ് ഡെർമേൻ്റെ SPF 30+ ആണ്. ഇത് ഞാൻ ഓൾറെഡി ഇതിൻ്റെ റിവ്യൂസ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല രീതിക്ക് തന്നെ നമ്മുടെ ഫേസിലായാലും സ്കിന്നിൽ നല്ല രീതിക്ക് അബ്സോർബ് ആകും ഈ ഒരു സൺസ്ക്രീൻ. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ്. ഇതിൻ്റെ ആ ഒരു ഇതിൻ്റെ ആ ഒരു ലിങ്ക് ഞാൻ നമ്മുടെ ബയോയിലോ അല്ലെങ്കിൽ ഇതിന് ഡിസ്ക്രിപ്ഷനിലോ കൊടുത്തേക്കാം, എവിടെയെങ്കിലുമൊക്കെ ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്താലും മതി. ഇത് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഓയിലി സ്കിൻകാർക്കാണ്. ഓയിലി സ്കിൻകാർക്ക് പറ്റിയ അടിപൊളി സൺസ്ക്രീൻ തന്നെയാണിത്. പക്ഷേ ഇത് SPF 30+ ആണ്. ഞാൻ ഈ സൺസ്ക്രീൻ വാങ്ങുന്ന ടൈമിൽ എനിക്ക് അറിയില്ലായിരുന്നു ഈ സൺസ്ക്രീൻ SPF അങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ടെന്നോ, അല്ലെങ്കിൽ ഇതിൻ്റെ ആക്ച്വലി എനിക്ക് ഈ സൺസ്ക്രീൻ്റെ ഉപയോഗങ്ങളൊന്നും അറിയില്ലായിരുന്നു. ഞാൻ ഈ കഴിഞ്ഞ നമ്മുടെ വേനൽക്കാലത്ത് ഭയങ്കര ചൂടായതുകൊണ്ട് എൻ്റെ സ്കിൻ നല്ല രീതിക്ക് ഡാമേജ് ആവുന്നു എന്ന് എനിക്ക് തോന്നി. അപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് ടാനിങ്, നല്ല രീതിക്ക് തന്നെ സ്കിൻ ഡാമേജ് ആയിരുന്നു എൻ്റെ. ഇപ്പോഴത്തെ നിറമൊക്കെ എങ്ങനെ വന്നു ചോദിച്ചാൽ ഇതൊക്കെ ആയിരിക്കാം. ഇതിൻ്റെയൊക്കെ ഇത് യൂസ് ചെയ്തതിന് ശേഷം നല്ല രീതിക്ക് എനിക്ക് ടാനിങ് മാറി. കംപ്ലീറ്റ്ലി ലൈക്ക് ഫുള്ളി അങ്ങ് പെട്ടെന്ന് മാറിയെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ എങ്കിലും ഞാൻ കമ്പാരിറ്റീവ്ലി അത്യാവശ്യം സ്പീഡിൽ തന്നെ എൻ്റെ ടാനിങ് കാര്യങ്ങളൊക്കെ മാറ്റി എൻ്റെ സ്കിന്നിന് നല്ല നമ്മൾ വെയിലത്തൊക്കെ ഇറങ്ങുന്ന ടൈമിങ്ങിലായാലും നല്ലൊരു കണ്ടീഷനിൽ എൻ്റെ സ്കിന്നിനെ വെക്കാനായിട്ട് എന്നെ ഒരുപാട് സഹായിച്ച ഒരു സൺസ്ക്രീനാണിത്. പിന്നെ ഒരു കാര്യമുണ്ട്, ഇതെന്ന് പറഞ്ഞാൽ ജെൽ ടൈപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് ഓയിലി, എൻ്റെ സ്കിൻ ഓയിലി ആയതുകൊണ്ട് ജെൽ ടൈപ്പാണ് നല്ലതെന്ന് ഞാൻ കണ്ടതുകൊണ്ടാണ്, ഒരു ഡോക്ടറുടെ ഒരു ഇൻ്റർവ്യൂവിൽ കണ്ടതുകൊണ്ടാണ് ഞാനിത് വാങ്ങിയത്. ആൻഡ് ഇതെന്ന് പറയുന്നത് ഡെർമറ്റോളജിസ്റ്റൊക്കെ റെക്കമെൻഡ് ചെയ്തും അതുപോലെ ടെസ്റ്റ് ചെയ്തതൊക്കെ ആയിട്ടുള്ളൊരു ബ്രാൻഡാണ് ഫിക്സ് ഡെർമേഡ്. ഇത് കുഴപ്പമില്ല കേട്ടോ, അത്യാവശ്യം നല്ലൊരു സൺസ്ക്രീനാണ്, അഫോർഡബിളാണ്. ഇത് 220 എന്താണ് ഇതിൻ്റെ പ്രൈസ്. എനിക്ക് തോന്നുന്നു ഫ്ലിപ്കാർട്ടിൽ ഓഫർ എന്തോ സംതിങ് 190 എങ്കിലും ഓക്കെ, ഒരു 200 കൂട്ടാം നമുക്ക്. 220 ഇതിൻ്റെ പ്രൈസ് വെച്ചേക്കുന്നത്. ഞാൻ എപ്പോഴേക്കാണ് വാങ്ങി എനിക്ക് ഓർമ്മയില്ല. 220 തന്നെയാണോ അത് 190 സംതിങ് ആണോ എനിക്ക് ഓർമ്മയില്ല. നമ്മൾ GPay അങ്ങനെ ഓൺലൈൻ പേയ്മെൻറ്റൊക്കെ ചെയ്യുമ്പോൾ കുറഞ്ഞ് കിട്ടും. എങ്കിലും ഓക്കെ ആണല്ലേ, ഇതൊക്കെ ഒരു അഫോർഡബിൾ റേറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാര്യം സൺസ്ക്രീനൊക്കെ നമ്മൾ അത്യാവശ്യം ക്വാളിറ്റിയുള്ള സാധനം മാത്രം നിങ്ങൾ യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ഇതിനകത്ത് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇത് UVA ആൻഡ് UVB, നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞതാണ് ബ്രോഡ് സ്പെക്ട്രം ആയിട്ടുള്ള സൺസ്ക്രീൻ മാത്രം യൂസ് ചെയ്യുക. ഇത് UVAയും UVBയും പ്രൊട്ടക്ഷൻ നൽകുന്നുണ്ട്. പിന്നെ PA+++ ആണ്, വാട്ടർ റെസിസ്റ്റൻറ്റ് ഫോർമുലയാണ്, നോൺ ഗ്രീസിയാണ് കേട്ടോ. ഈ ഓയിൽ ടൈപ്പുകാർ എപ്പോഴും ചൂസ് ചെയ്യേണ്ടത് നോൺ ഗ്രീസി ആണോന്ന് നോക്കുക കേട്ടോ. ഗ്രീസി ആണെന്നുണ്ടെങ്കിൽ ഒരു ഓയിലി അപ്പിയറൻസ് ആയിരിക്കും, അത് നമ്മുടെ മുഖത്ത് കുരു, ആക്നെ പോലുള്ള ഇഷ്യൂസ് ഉണ്ടാക്കാനായിട്ട് ചാൻസ് ഉണ്ട്. ഇത് നോൺ ഗ്രീസിയാണ്, ഇത് നിങ്ങൾക്ക് കണ്ണടച്ച് വിശ്വസിച്ച് യൂസ് ചെയ്യാം. ഫിക്സ് ഡെർമേൻ്റെ SPF 50+ സൺസ്ക്രീൻ ഇപ്പോൾ അവൈലബിൾ ആണ്, അത് നിങ്ങൾക്ക് വാങ്ങി യൂസ് ചെയ്യാം. ഈ 30% ഒരു പ്രശ്നമില്ല, അടിപൊളി സൺസ്ക്രീനാണ്, പ്രശ്നമൊന്നുമില്ല കേട്ടോ, നല്ല സൺസ്ക്രീൻ തന്നെയാണ്. ഇത് തീരുമ്പോൾ എനിക്ക് വേറെ ഒന്നും ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ട്. ഇത് അടിപൊളിയാണ്. കാര്യം കമ്പാരിറ്റീവ്ലി ഏത് നല്ലത് നോക്കണമല്ലോ. കാര്യം ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടെന്നല്ല യൂസ് ചെയ്തിട്ടുള്ള ഒരു സൺസ്ക്രീൻ ഇതാണ്. ഇതല്ല, വേറൊരെണ്ണം കൂടി യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ കംപ്ലീറ്റ്ലി യൂസ് ചെയ്തില്ല. അതിൻ്റെ അച്ഛൻ്റെ റൂമിരുന്നാണ്. അത് ഏതായിരുന്നു, ലാക്മേ തോന്നുന്നു അവൻ്റെ കയ്യിൽ. ലാക്മേ ആണോ പോൺസോ എന്തോ അങ്ങനെ എന്തോ സംതിങ് ആണ്, ഒരു മഞ്ഞ ഓറഞ്ച്, അത് ഏതായിരുന്നു എനിക്ക് ഓർമ്മയില്ല. അത് എനിക്ക് അത്ര ഓക്കെ അല്ലായിരുന്നു. കാര്യം അത് അപ്ലൈ ചെയ്യുമ്പോൾ എൻ്റെ മുഖത്ത് പിമ്പിൾ വന്നിട്ടുണ്ട്. അന്ന് എനിക്ക് സൺസ്ക്രീനെ പറ്റി വലിയ ബോധമൊന്നുമില്ല. ഞാൻ മോയ്സ്ചറൈസർ ക്രീമാണെന്ന് ഞാൻ അപ്ലൈ ചെയ്തത്. പക്ഷേ പിന്നീട് സൺസ്ക്രീൻ ആണെന്ന് മനസ്സിലായത്. അത് യൂസ് ചെയ്ത് എനിക്ക് പിറ്റേന്ന് തന്നെ കുരു വന്നു, നല്ല രീതിക്ക് പിമ്പിൾ വന്നു. അതുകൊണ്ട് അത് ഏതായിരുന്നു എന്ന് എനിക്ക് ഓർമ്മയില്ല. അത് ഞാൻ നോക്കിയിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ടൈമിൽ മുകളിലോ താഴെയോ എവിടെയെങ്കിലുമൊക്കെ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ സൺസ്ക്രീൻ എന്ന് പറയുന്നത്. അപ്പം ഇത് നിങ്ങൾക്ക് കണ്ണടച്ച് വിശ്വസിച്ച് വാങ്ങാം. ഓയിലി സ്കിൻകാർ ഇത് വാങ്ങാം കേട്ടോ. അല്ലാതെ ഡ്രൈ സ്കിൻകാർക്കൊക്കെ ഇതിൻ്റെ ക്രീമി ടൈപ്പ് ഉണ്ട്, അത് വാങ്ങാം. അല്ലെങ്കിൽ വേറെ ഏതാണോ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ബ്രാൻഡ്, നിങ്ങൾക്ക് ഓക്കെ ആയിട്ടുള്ള ബ്രാൻഡ്, അത് വാങ്ങാം. പക്ഷേ എന്തായാലും മസ്റ്റായിട്ട് നിങ്ങളൊരു സൺസ്ക്രീൻ യൂസ് ചെയ്യട്ടോ. പക്ഷേ SPF 30 താഴെയുള്ളതും യൂസ് ചെയ്യല്, ബ്രോഡ് സ്പെക്ട്രം അല്ലാത്തതും യൂസ് ചെയ്യല്. ഈ 2 കാര്യങ്ങൾ നിങ്ങൾ മസ്റ്റായിട്ട് മറക്കരുത്.
ഫേസോ അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നോ ബോഡിയോ ഒക്കെ എക്സ്പോസ് ആവാൻ ചാൻസ് ഉള്ളതിന് ഒരു 15 മിനിറ്റ് മുമ്പേ, സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ പുറത്ത് പോകുന്നതിന് ഒരു 15 മിനിറ്റ് മുമ്പേ നമ്മുടെ ഫേസിലായാലും എവിടെയൊക്കെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ എക്സ്പോസ് ചെയ്യുന്ന നമ്മുടെ ഇപ്പം ഞാൻ ഈ ഒരു ഡ്രസ്സ് ഇട്ടേക്കാണ്, എൻ്റെ എന്താണ് ഞാൻ ഇപ്പോൾ ഈ ഒരു ഡ്രസ്സാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ എൻ്റെ സൺലൈറ്റ് അടിക്കാൻ ചാൻസ് ഉള്ള ഏരിയാസ് കൈ, കാല്, ചെവി, മുഖം, കഴുത്ത്, അങ്ങനെ സൺലൈറ്റുമായിട്ട് എക്സ്പോസ് ആവാനായിട്ട് ചാൻസ് ഉള്ള എല്ലാ ഏരിയാസിലും നമ്മൾ എന്ത് ചെയ്യണം, സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിരിക്കണം. 15 മിനിറ്റ് മുമ്പ് അപ്ലൈ ചെയ്യാൻ പറയുന്നതിൻ്റെ റീസൺ നമ്മുടെ സ്കിന്നിൽ നന്നായിട്ട് അബ്സോർബ് ചെയ്യണം, എങ്കിൽ മാത്രമേ അത് നമുക്ക് എന്താണ് ആ ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് തരുള്ളൂ. ഉടനെ ഇട്ടിട്ട് തന്നെ നമ്മൾ പുറത്തിറങ്ങാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു അതിൻ്റെ ആ ഒരു റിസൾട്ട് നമുക്ക് കിട്ടില്ല. ഓക്കെ, ഒന്ന് ബ്രോഡ് സ്പെക്ട്രം സൺസ്ക്രീൻ ആയിരിക്കണം, SPF 30 അല്ലെങ്കിൽ അതിന് മുകളിലോട്ടായിരിക്കണം. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്ത് പോകുന്നതിന് ഒരു 15 അല്ലെങ്കിൽ 20 മിനിറ്റ് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം, സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിരിക്കണം. ഓക്കെ, ഫേസിലായാലും നമ്മുടെ ബോഡി എവിടെയൊക്കെയാണ് എക്സ്പോസ്, മുഖം, കണ്ണ്, കാല്, കണ്ണല്ല, മുഖം, കൈ, കാല്, അങ്ങനെയുള്ള എല്ലാ ഏരിയാസിലും നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിരിക്കണം. അല്ലാതെ ഫേസിൽ മാത്രമായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ നമ്മൾ 2 മണിക്കൂർ കൂടുമ്പോൾ നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിരിക്കണം. കാര്യം അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു അതിൻ്റെ സൺസ്ക്രീനിൻ്റെ ആ ഒരു എഫക്റ്റ് കിട്ടില്ല. ഓക്കെ, അപ്പം പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ്, നമ്മളിപ്പം ഒരുപാട് വിയർക്കാണ്, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ എന്തെങ്കിലും നീന്തുന്ന അങ്ങനെ വെള്ളവുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്ന എന്തെങ്കിലും ആക്ടിവിറ്റിയിൽ ഏർപ്പെടാന്നുണ്ടെങ്കിൽ അതിന് ശേഷം നമ്മുടെ ഫേസ് ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ ഡ്രൈ ടവൽ വെച്ചിട്ട് ഒന്ന് തുടച്ചെടുത്തിട്ട് നമ്മൾ വീണ്ടും എന്ത് ചെയ്യണം, സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണം. എന്നിട്ട് മാത്രമേ നമ്മൾ പുറത്തേക്കായാലും എങ്ങോട്ടായാലും പോകാനായിട്ട് പാടുള്ളൂ കേട്ടോ. എന്തൊക്കെയാണ് ഭയങ്കര മൈന്യൂട്ട് ആയിട്ടുള്ള കുറച്ച് ദോഷങ്ങളേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ മസ്റ്റായിട്ട് സൺസ്ക്രീൻ യൂസ് ചെയ്യണം. ഞാൻ വീണ്ടും എടുത്തെടുത്ത് പറയണം, മസ്റ്റ് യൂസ് സൺസ്ക്രീൻ. അപ്പോൾ ഇന്ന് തൊട്ട് എന്തായാലും എല്ലാവരും സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ തുടങ്ങുമെന്ന് ഞാൻ വിശ്വസിക്കാൻ മാത്രമല്ല, എനിക്ക് വേണ്ടിയല്ല കേട്ടോ ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. കാര്യം എനിക്ക് ആരെയും വന്നിട്ട് സൺസ്ക്രീൻ ഇട്ട് തരാനൊന്നും പറ്റില്ല. നിങ്ങൾ നിങ്ങളുടെ ബോഡി അല്ലെങ്കിൽ നിങ്ങളുടെ സ്കിൻ കെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്ന് മാത്രമല്ല, ഞാൻ പറഞ്ഞില്ല, ഈവൻ സ്കിൻ ക്യാൻസർ പോലും നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമ്മളെ സൺസ്ക്രീൻ സഹായിക്കും കേട്ടോ. കാര്യം ഡോക്ടേഴ്സ്, എല്ലാ ഡെർമറ്റോളജിസ്റ്റും മസ്റ്റായിട്ട് പ്രിഫർ ചെയ്യുന്ന ഒരു സാധനം നമ്മുടെ സൺസ്ക്രീനാണ്. അതുകൊണ്ട് ആരും ഇത് സ്കിപ്പ് ചെയ്യില്ല കേട്ടോ. കാര്യം നമ്മൾ വേറെ എന്ത് ചെയ്തില്ലെങ്കിലും നമ്മൾ സൺസ്ക്രീൻ ഒരിക്കലും മിസ്സാക്കാണ്ട് നോക്കാം കേട്ടോ. അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് സൺസ്ക്രീൻ എന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചത്. കാര്യം അത്ര എന്താണ് ഈ ഒരു കാലഘട്ടത്തിൽ ഭയങ്കര നമ്മൾ സ്കിപ്പ് ചെയ്യാണ്ട് മിസ്സാക്കാണ്ട് യൂസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മുടെ സൺസ്ക്രീൻ. നമ്മൾ എത്രയോ കാര്യങ്ങൾക്ക് വേണ്ടി പൈസ മുടക്കാറുണ്ട്. സൺസ്ക്രീൻ കൊണ്ട് നിങ്ങൾ പൈസ മുടക്കുന്നത് ഒരിക്കലും വേസ്റ്റ് ആകില്ല. ബിക്കോസ് അത് നിങ്ങളുടെ സ്കിന്ന് കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഓക്കെ, പിന്നെ അതുപോലെ കുട്ടികൾക്കും സൺസ്ക്രീൻ യൂസ് ചെയ്യാം കേട്ടോ. വലിയവർക്ക് മാത്രമൊന്നും അങ്ങനെയൊന്നുമില്ല, ഏജ് അങ്ങനെയൊന്നുമില്ല, കുട്ടികൾക്കും യൂസ് ചെയ്യാം. പിന്നെ ഭയങ്കര കുഞ്ഞു കുട്ടിയായിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് സ്പെഷ്യലി ആയിട്ട് എന്തെങ്കിലും സൺസ്ക്രീനോ കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്ന് നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഡെർമറ്റോളജിസ്റ്റിനോട് അല്ലെങ്കിൽ ഹോസ്പിറ്റലിലൊക്കെ പോകുന്ന ടൈമിൽ സ്കിൻ ഡോക്ടറിനോടൊന്ന് ചോദിച്ചാൽ അവർ കറക്റ്റ് പറഞ്ഞുതരും. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ തപ്പി നോക്കിയിട്ട് കാണണമെങ്കിൽ അതും ഞാനിവിടെ മെൻഷൻ ആക്കാം. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ സൺസ്ക്രീനെ പറ്റിയുള്ള വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ബൈ ഗൈസ്.